ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് ചക്ക വെച്ചിട്ടുള്ള റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഉണ്ണിയപ്പമാണ്. നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഒരു ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചക്കയുടെ പേസ്റ്റാണ്. ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് എല്ലാം അതിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു അളവ് പറയാം. ഇപ്പോൾ ചക്ക ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പാണ്. ബാക്കി ഇൻഗ്രീഡിയൻസും ആ പാത്രത്തിൽ തന്നെ എടുക്കാം. ഇനി വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാനിത് 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമുക്ക് തണുത്ത് പോവരുത്, നമുക്ക് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ അരിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പച്ചരി ഇവിടെ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. കുതിർത്തതിന് ശേഷമല്ല, അല്ലാതെ നമ്മൾ കുതിർത്തതിന് മുന്നേ 1 കപ്പ് ഞാൻ എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ, അധികം നല്ല വെള്ളം യൂസ് ചെയ്യുന്നില്ല. ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയ അരിയാണ്. ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ അരിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിയുടെ ഒപ്പം തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കപ്പിൻ്റെ അളവൊന്നും വേണ്ട, നമുക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് ആ അരിയുടെ ഒപ്പം തന്നെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലിയുടെ ഒരു പരുവത്തിനായിരിക്കണം അരയ്ക്കേണ്ടത്. ഒരു ചെറിയ തരിയായിട്ട് നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ മാവിങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ തടവണ രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ ഇതിലോട്ട് നമ്മുടെ ചക്കയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അത്രയും ചക്കയുടെ പൾപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കപ്പളവൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ചും കൂടെ ശർക്കരപ്പാനി ചേർത്തിട്ട് ലൂസാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഈ മാവ് ഞങ്ങൾക്ക് ഒരുപാടാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർക്കുന്നില്ല. നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് ഇത് കുറച്ചും കൂടെ ലൂസാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൽ എപ്പോഴും നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്താണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുകയും ചെയ്യാം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് എള്ളും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇതിലും ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണം കൂടുതലായിട്ട് കിട്ടും. ഇത്രയും ബാറ്റർ കൊണ്ട് തന്നെ എനിക്ക് 50 എണ്ണത്തിൻ്റെ അടുത്ത് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാവ് ലൂസാക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ണിയപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം നിങ്ങൾ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 3/4 ഭാഗം വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ നിങ്ങൾക്ക് മാവ് കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ണിയപ്പം മാവ് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ 3/4 ഭാഗം വെച്ചിട്ട് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് വീർത്ത് വരുമ്പോൾ ആ ഒരു കുഴി നിറയാനായിട്ടുണ്ടാകും. പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് അടിഭാഗം പെട്ടെന്ന് ഒന്ന് ഉറച്ച് കിട്ടുള്ളൂ. അപ്പോൾ അടിഭാഗം ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഒരുപാട് മുകൾ ഭാഗം അങ്ങ് വീർത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അത് മറിച്ചിട്ടിട്ട് മുറുകി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും ഇടാം. കളറ് ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാം.
കറക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ കളറായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയൊക്കെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. എന്നാലാണ് ആ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതുപോലെ എള്ളും തേങ്ങാക്കൊത്തും ഒക്കെ ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമാണ്. നമ്മൾ അരി കുതിർത്താൻ വെക്കുന്ന ആ സമയം മാത്രമേ ഇതിൽ കൂടുതലായിട്ട് വേണ്ടതുള്ളൂ. പിന്നെ ചക്കയുടെ പേസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് അരിയുടെ അത്രയും തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെയാണ് ശർക്കരപ്പാനി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ശർക്കരപ്പാനിയുടെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര എടുക്കുമ്പോൾ കുറച്ച് അധികം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പം നമുക്കിതുപോലെ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ വീട്ടിലൊക്കെ ചക്കയൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ചക്കപ്പഴമൊക്കെ കളയാതെ. കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ ഈ ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചക്കയുടെ ആ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.